ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്ക് വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിക്ക്, എവിടെ എന്റെ മോൻ? എന്റെ വിഷ്ണു എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. നീ ഇന്നലെ പറഞ്ഞതല്ലേ എന്റെ മോനെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരൂന്ന്. എന്നിട്ട് എവിടെ? സത്യമേ, ഞാനൊന്ന് പറയട്ടെ. എടി, എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട. നിനക്ക് എന്റെ മോനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാൻ പറ്റൂല്ലയോ? അത് പറ്റില്ല അല്ലേ? പറ്റില്ല അല്ലേ? എന്റെ മകനില്ലാത്ത വീട്ടില് എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് മരിച്ചാ മതി. സത്യമേ, എനിക്ക് മരിച്ചാ മതി. പറയട്ടെ. എനിക്കിനി ജീവിക്കണ്ട. എന്റെ മോൻ. ഭാമേ, എന്തായി കാണിക്കുന്നേ? എന്റെ മോന്. അതെ, നിങ്ങൾ സത്യമേ കൊണ്ട് കിടത്ത്. ചെല്ല്. സത്യമേ, സത്യമേ വന്നേ. മോനെ വിഷ്ണു, വാ. എവിടെയാണ് നീ? അവരെന്നെ കാണാൻ വന്നില്ല. എടാ വിഷ്ണു. സത്യമേ, സത്യമേ അവിടെ ഇരിക്കെ. എന്റെ മോൻ വിഷ്ണു ഇത്രയും ദിവസം അവൻ വിട്ടുമാറി നിന്നിട്ടില്ല. അയ്യോ, എന്തു പറ്റി എന്റെ കുഞ്ഞിന്? എവിടെയാ അവൻ? അവനില്ലെങ്കിൽ ഞാനില്ല. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ജീവിക്കണ്ട. സത്യമേ, സത്യമേ വിഷമിക്കാതെ. വിഷ്ണുവേട്ടൻ ഇങ്ങ് വരും. എനിക്ക് അവനെ കാണണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഈശ്വര, എന്റെ കുഞ്ഞെവിടെ പോയി? അവരെന്നെ വിട്ട് എവിടെ പോയതാണോ? സത്യമ്മ തളർന്ന അവസ്ഥയില. മോളെ, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നസീറിന്റെ ബാപ്പ അബൂബക്കർ നിന്റെ അച്ഛനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിഷ്ണുവിനെ അപകടപ്പെടുത്തുമെന്നും നിന്നെ വിധവയാക്കുമെന്നും. നിനക്കെല്ലാത്തിനും കൂട്ടുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ നിന്റെ മരുമകൻ വിഷ്ണുവിനെ തന്നെയാ. അവനെ ഞാൻ തീർക്കും. നിന്റെ മകൾ ശാലിനി വിധവയായി മാറുന്നത് നീ കൺകുളിർക്കെ കാണണം. ഇനി വിഷ്ണുവിനെ കാണാതായതിന് പിന്നിൽ അയാളുണ്ടാവും മോളെ. അബൂബക്കർ. അയാളായിരിക്കോ ഇതിന്റെ എല്ലാം പിന്നിൽ?